ഇന്ന് നമ്മുടെ യാത്ര വെസ്റ്റ് മിഡ്ലാൻഡിലെ സഫാരി പാർക്കിലേക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ കൂടാതെ നമുക്ക് മൃഗങ്ങളെല്ലാം നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാമെന്നുള്ളതാണ് ഈ സഫാരി പാർക്കിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മൾ ഗേറ്റ് കടന്ന് ചെന്ന വഴി തന്നെ നമ്മൾ ദൂരെ കാണുന്നത് ഒരു ജിറാഫിനെയാണ്. ജിറാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോകതലത്തിന് ഏറ്റവും നീളം കൂടിയ ജീവിയാണ്. ഈ നീളക്കൂടുതൽ തന്നെ ആണ് അവൻ്റെ ഹൈലൈറ്റും അത് തന്നെയാണ് അവൻ്റെ പ്രശ്നവും. കാരണം ഉയർന്ന മരങ്ങളിലുള്ള ചില്ലകളിൽ നിന്ന് മാത്രമേ അവന് ആഹാരം കഴിക്കാൻ സാധിക്കൂ. താഴെയുള്ളവയെല്ലാം എടുക്കാൻ കുറച്ച് കഷ്ടപ്പെടണം. ഇതാണ് ജിറാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതലായിട്ടും ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ഏരിയകളിലാണ് ഇതിനെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ജിറാഫിനെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അങ്ങനെ കണ്ടിരുന്നപ്പോഴാണ് കൂടുതൽ രണ്ടാമർ അടികൂടുന്നതൊന്നുമല്ല, ഇവർ പരസ്പരം ഒന്ന് സ്നേഹിക്കുന്നതാണ്. ഈ ജിറാഫുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. ഇവർ സ്നേഹിക്കുന്നതും അടികൂടുന്നതും കലഹിക്കുന്നതെല്ലാം ഒരേപോലെ ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് ഇവരുടെ സ്നേഹപ്രകടനമൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് റൈനോസിനെയാണ്. കരയിലെ ഏറ്റവും ശക്തനായ ജീവികളിലൊന്നാണ് ഈ പറയുന്ന റൈനോസ്. റൈനോകളുടെ പേര് തന്നെ വന്നത് റൈനോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. മൂക്കിൽ കൊമ്പുള്ള എന്ന അർത്ഥത്തിലാണ് ഈ റൈനോ എന്നുള്ള വിളിപ്പേര് തന്നെ വീണത്. വേട്ടയാടൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ജീവി കൂടിയാണ് ഈ റൈനോ. കാരണം ഇവയുടെ കൊമ്പിന് അദൃശ്യ ശക്തിയുണ്ടെന്നും മാന്ത്രിക ശക്തിയുണ്ടെന്നും ഏത് രോഗത്തിനും മരുന്നാണെന്നുള്ള ചില കിംവദന്തികളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വേട്ടയാടൽ നേരിടുന്ന ഏറ്റവും വലിയ ജീവിയാണ് ഈ റൈനോസ്. അതിനുശേഷം നമ്മൾ കണ്ടത് സീബ്രയാണ്. കറുപ്പിൽ വെള്ളയാണോ വെള്ളയിൽ കറുപ്പാണോ എന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെ നമുക്കും സംശയം തോന്നും, ഇതിലേതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറെന്ന്. ഈ കളറാണ് ഈ ജീവിയെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനും കാരണം. പലപ്പോഴും ഇത് അപകടത്തിൽപ്പെടാനുള്ള മെയിൻ കാരണം ഈ കളറ് തന്നെയാണ്. നമ്മൾ സീബ്രേനൊക്കെ കണ്ടു പോകുന്ന വഴിക്കാണ് 2-3 പേര് നമ്മളങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആടിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഇതിനെ കോമൺ എല്ലാൻഡ് എന്നാണ് പറയുക. ഇതും നമ്മുടെ ആടിൻ്റെയൊക്കെ ഒരു വംശത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേഴ എന്നൊക്കെ പറയുന്ന ജീവിയുടെ ഒരു കാറ്റഗറി പെടുന്നതാണ്. ഇവിടുത്തെ മൃഗങ്ങളെല്ലാം പതുക്കെ റോട്ടിൽ നിന്നൊക്കെ മാറ്റുന്നത് ഇവിടുത്തെ സഫാരി വാഹനങ്ങൾ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ബാക്കിൽ കൊണ്ടുപോയി മുട്ടിച്ച് അതിനെ ഉപദ്രവിക്കുകയില്ല, പക്ഷേ അതിനെ റോട്ടിൽ നിന്ന് മാറ്റുന്നത് ഇങ്ങനെയാണ്. ഈ ജിറാഫിൻ്റെയൊക്കെ പൊക്കം ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഹൈറ്റാണ് അതിനെ. അങ്ങനെ ജിറാഫിനെയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് വരുന്നു ഒട്ടകപ്പക്ഷി. 2 കാലിൽ നടക്കുകയും ഏറ്റവും വലിയ മുട്ടയിടുന്ന ജീവിയായിട്ടാണ് ഈ പറഞ്ഞ ഒട്ടകപ്പക്ഷിയെ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ. ഇവിടെ വലിപ്പം പറയണമെങ്കിൽ തൊട്ട് മുന്നിൽ കാണുന്ന കാറിനോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആ കാറിനേക്കാൾ വലിപ്പമുണ്ട് ഈ ഒട്ടകപ്പക്ഷിക്ക്. അതിശക്തനാണ്. ഇവരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടുള്ള തൊഴിയാണ്. അതാണ് ഇവിടെ മെയിൻ ആക്രമണം. ഒപ്പം നമ്മളെ കൊത്തി ഓടുകയും ചെയ്യും. ഇതിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവെങ്കിലും പക്ഷെ അവൻ നമ്മൾ ഉപദ്രവകാരിയൊന്നുമല്ല. അവൻ അവൻ്റെ പണി നോക്കി പോകുന്നു, നമ്മൾ നമ്മുടെ പണി നോക്കി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇമാരുടെ ജാഥ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും അടുത്ത ഒരു ജീവിയെ കണ്ടു. നമ്മുടെ നാട്ടിലെ പുള്ളിമാനിനെ ഒന്ന് അൽഫാം അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്ന കരിഞ്ഞ ജീവികളാണിത്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ വരയാട് പോലെ ഇരിക്കുന്ന ജീവികളുടെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ്. അത് ആഫ്രിക്കൻ വേർഷനിലാണ്. നമ്മുടെ നാട്ടിലെ പുള്ളിമാരുടെ സാമീപ്യമുള്ള മാൻവർഗത്തിൽപ്പെടുന്ന ജീവികളാണ്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇനി കുറച്ചുകൂടി കാർണിവറസ് ഏരിയയിലേക്ക് മാറുകയാണ്. ഇവിടെ എല്ലാം ഓരോ ഗേറ്റ് ഓപ്പണായി അതിൽ നമ്മൾ കയറി, അതിനുശേഷം ബാക്കിലത്തെ ഗേറ്റ് ക്ലോസ് ആയി, വീണ്ടും ഫ്രണ്ടിലത്തെ ഗേറ്റ് ഓപ്പണായി. അങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഓരോ സോണിൽ നിന്നും. കാരണം ഇത് മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാതിരിക്കാനാണ്. കാരണം എല്ലാ മൃഗങ്ങളിവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഗേറ്റെല്ലാം കടന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ശരിക്കും സിംബ ആനിമേഷൻ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു സീനെയാണ് ഓർമ്മിക്കുന്നത്. ആ പാറപ്പുറത്ത് സിംബയുടെ അച്ഛനും അല്ലെങ്കിൽ സിംബയൊക്കെ കാണിക്കുന്ന സീനിൽ അതേ രീതിയിലുള്ള ഒരു പാറക്കെട്ടിനെ അവർ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ബബൂണിൻ്റെ രൂപത്തിലുള്ളൊരു പ്രതിമ കൂടിയുണ്ട്. എന്തായാലും മുകളിൽ കുറേ സിംഹങ്ങൾ എടുക്കുന്നുണ്ട്. പൊതുവെ ഭൂരിപക്ഷവും പെൺസിംഹങ്ങളാണ്. ആൺസിംഹങ്ങളെല്ലാം വേറൊരു മരച്ചോട്ടിൽ നമ്മൾക്കത് വലിയ കാര്യമില്ല എന്ന രീതിയിലാണ് അവന്മാർ മാറി കിടക്കുന്നത്. എന്തായാലും അവിടെ എന്തോ കുടുംബശ്രീയുടെ മീറ്റിംഗ് പോലെയും ഇവിടെ ഒരു സിഗ്മ വെയിലിൻ്റെ രൂപം കാണിച്ച് ഇവരിവിടെ നിൽക്കുന്നുമുണ്ട്. എന്തായാലും സിംഹത്തിനെ കാണുക എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കൂടുതലും സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലെ ഗിർവനങ്ങളിലും നിലവിൽ സിംഹം ഇപ്പോൾ കാണാൻ സാധിക്കും. എന്തായാലും സിംഹങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് നമുക്ക് ഡ്രൈവ് ഇൻ ത്രൂ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് കഴിച്ചു പോകാം. പക്ഷേ പുറത്തേക്കൊന്നും വലിച്ചെറിയാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കലമാൻ അല്ലെങ്കിൽ കസ്തൂരിമാൻ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതിനെ പോലെയുള്ള മറ്റൊരു മാൻ വിഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കുറുക്കൻ അല്ലെങ്കിൽ കുറുന്നരി എന്ന് വിളിക്കുന്ന അതേ സാധനം തന്നെയാണ്. ഇമാരെ എല്ലാവരും തുറന്നു വിട്ടേക്കുകയാണ്. ഇവരിങ്ങനെ നടക്കുന്നു, നമ്മൾ റോഡുകളിൽ കാർ ഓടിച്ചു പോകുന്ന വഴിയിൽ ഇവരെ കാണാനും സാധിക്കും. ഇത് നമ്മുടെ ഇന്ത്യൻ റൈനോസാണ്. ഇവയുടെ പ്രത്യേകത വന്ന് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള പറഞ്ചട്ട പോലെയാണ് ഇന്ത്യൻ റൈനോസിനെ കാണുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞുണ്ട്, കാണാൻ പറ്റും. ഈ ഇന്ത്യൻ റൈനോസിനെ നമ്മൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. കാസിരംഗയിലൊക്കെ അതിനെയാണ് കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ സീൻ കാണുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്
ജുറാസിക് വേൾഡിലൊരു സീനാണ്. കാരണം ഇതേപോലെ ഒരു സാധനത്തിനെ നമ്മളെ ജുറാസിക് വേൾഡ് ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ തന്നെ നമുക്കൊരു പേടിയാകും. അത്രയും ഭീകരനാണ്, അത്രയും വലിപ്പമുണ്ട് ഇവയ്ക്ക്. കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഓർത്തത് തന്നെ, ദൈവമേ ഇതിന് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ജുറാസിക് പാർക്കിലാണല്ലോ, അവൻ തന്നെയാണ് ഇവൻ എന്നൊരു സംശയമാണ്. ആള് സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് ചെറിയൊരു മയക്കത്തിൽ തന്നെ ഉള്ളൂ. എന്തായാലും അവനെയും കണ്ട് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ കാറെടുത്ത് മുന്നോട്ട് തന്നെ പോകുന്നു. കാരണം ബാക്കിൽ ഇതിനൊക്കെ കാണാൻ കുറേ ആളുകൾ ക്യൂവിലാണ്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഓരോരുത്തരുടെ ടേൺ കഴിയുമ്പോഴാണ് അടുത്ത ആൾ കയറി വരിക. ഇപ്പോൾ കാണുന്നത് ബ്ലാക്ക് ബഗ്ഗാണ്. നമ്മുടെ നാട്ടിൽ മാൻ തന്നെയാണ്. അതേ കാറ്റഗറി തന്നെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ആഫ്രിക്ക തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മാൻവർഗമാണ്. ഇവയാണ് കൂടുതലായിട്ട് ചീറ്റ, സിംഹങ്ങളൊക്കെ വേട്ടയാടുന്നത്. ഇത് നമ്മുടെ സാക്ഷാൽ ഒറിജിനൽ ടൈഗർ തന്നെ. ഇവന് കുറച്ച് സ്പേസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവന് അതിൽ രോക്ഷം കൊള്ളുമെന്നാണ്. എന്തായാലും അവന് ബോറടിച്ചിട്ടായിരിക്കും എന്തായാലും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ടൈഗറിനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നേരിട്ട് നമ്മൾ കാണണം. ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ആകാര ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കാട്ടിൽ കയറി ഡയറക്റ്റായിട്ട് ഇവനെ ഫേസ് ടു ഫേസ് കാണണം. ഞാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടും ജസ്റ്റ് ഒരു മിന്നായം പോലെ ഒന്ന് കാണാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ക്ലോസപ്പ് ഷോട്ടിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നിട്ടില്ല ഇതുവരെ. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും കാട് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവനെയും കുറച്ച് നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇവൻ കൂടിൻ്റെ അകത്ത്, നമ്മൾ കൂടിന് പുറത്താണെന്നുള്ളൂ. വൈറ്റ് കളറിൽ ജനിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് വരുന്ന കടുവകളുടെ വേർഷനാണ്. പക്ഷേ ഇവയ്ക്കും ഈ കടുവയുടെ നിറം തന്നെയാണ്, വൈറ്റ് ടൈഗറിന് അതിൻ്റെ നിറം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇരതേടുന്ന കാര്യത്തിലൊക്കെ വളരെ പ്രയാസമായിരിക്കും. പിന്നീട് നമ്മൾ കണ്ടത് മരുഭൂമിയിലെ ഒട്ടകം എന്നൊക്കെ പറയുന്ന ക്യാമലിനെയാണ്. ക്യാമൽ തന്നെ പല വേർഷനിലുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കേഴമാനെ പോലെ തോന്നിക്കുന്ന, എന്നാൽ കേഴമാനല്ല, ഇത് ആഫ്രിക്കൻ സെഗ്മെൻറ്റിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിലെ പുള്ളിമാൻ തന്നെയാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് വലിയ കൊമ്പോട് കൂടിയ പശുവിനെ പോലെ ഇരിക്കുന്ന ജീവിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെക്സിക്കോയിലൊക്കെ കാളപ്പോരിനൊക്കെ ഉപയോഗിക്കുന്ന ആ കാളകളുടെ ഏകദേശം ഒരു രൂപം പോലെ ഇരിക്കും. ഇവിടെ കൊമ്പാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ വലുതായിട്ടുള്ള വിരിഞ്ഞ കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു പശുവിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന മൃഗമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. പക്ഷേ ഇവയുടെ രൂപം കാണുമ്പോൾ നമ്മൾ പേടിയാകുമെങ്കിലും ഇവർ ഭയങ്കര ശാന്ത സ്വഭാവമാണ്. ശരിക്കും പശുവിനെ പോലെ തന്നെ പുല്ലൊക്കെ തിന്ന്, പശുവിൻ്റെ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അതേ സ്വഭാവമേ കാണിക്കുള്ളൂ. പക്ഷെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവൻ ഭയങ്കര ഭീകരനാണെന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ആനയെ കാണുന്നത്. ഇത് ആഫ്രിക്കൻ ആനയാണ് കേട്ടോ. ആഫ്രിക്കൻ ആനയുടെ പ്രത്യേകത പറഞ്ഞാൽ പൊതുവെ അവയ്ക്ക് ഹൈറ്റ് കൂടുതലാണ്, പിന്നെ ചെവിയുടെ വലിപ്പമൊക്കെ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ആനയ്ക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവയേക്കാളും ഒരല്പം ഹൈറ്റ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ആനകൾക്ക് അല്ലെങ്കിൽ ഏഷ്യൻ ആനകൾക്ക്. പൊതുവേ ആഫ്രിക്കൻ ആനകൾ നമ്മൾ ആ പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തായാലും ആഫ്രിക്കൻ ആനകളെയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മൾ നാട്ടിൽ ആനേനെ കാണുന്നത് ശീലമുള്ളതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ആനയെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രത്യേകിച്ച് കൗതുകമൊന്നും വരുന്നില്ല. പോകുന്ന വഴിയിൽ വീണ്ടും നമ്മളെ വഴി തടഞ്ഞുകൊണ്ട് ജിറാഫുകൾ നിൽക്കുന്നുണ്ട്. ജിറാഫ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, നമുക്കിവിടെ താമസിക്കാനുള്ള കോട്ടേജും ഉണ്ട്. ഈ കോട്ടേജിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഈ ജിറാഫുകളും അല്ലെങ്കിൽ റൈനോസുമാണ് കൂടുതലുണ്ടാവുക. അവയെല്ലാം അവിടെ മേയാൻ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൽക്കണിക്ക് ചുറ്റുമായിട്ട് ഈ റൈനോസും അല്ലെങ്കിൽ ഈ ജിറാഫും ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. നമുക്കവയെ കണ്ടുകൊണ്ടൊക്കെ ഇവിടെ താമസിക്കാൻ സാധിക്കും. പക്ഷേ ഒരല്പം എക്സ്പെൻസീവാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സഫാരി പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സ്പെൻസീവാണ് നമുക്ക് താമസിക്കണമെങ്കിൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ മസായ് മാറിയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാടുകളിലൊക്കെ പോയി താമസിച്ച് മൃഗങ്ങൾ നേരിട്ട് കാണുന്നതിനേക്കാളും ചിലവ് കുറവായിരിക്കുമെന്ന് മാത്രമാണ് വ്യത്യാസം. ആഫ്രിക്കയിലേക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് മൃഗത്തിനെയും കാണാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ കുറച്ച് മൃഗങ്ങളായിരിക്കും നമ്മുടെ ക്ലോസ് സർക്യൂട്ടിലുണ്ടാവുക. ബാക്കി എല്ലാത്തിനെയും അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. എന്തായാലും ജിറാഫുകളെ കണ്ട് നമുക്ക് മതിയാകുമെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടം പോലെ ജിറാഫ്. നിങ്ങൾക്കിവിടെ ജിറാഫിനെ ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറേ ആളുകൾ ജിറാഫിനെ ഫീഡ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. കൂടുതലും അവിടെ സ്റ്റേ ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടെ ജിറാഫിനെ ഫീഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വന്നപ്പോൾ വീണ്ടും ഇതേ റൈനോസ് തന്നെ, റൈനോസിൻ്റെ ഒരു കൂട്ടം വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇത്രയധികം റൈനോസിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വളരെ അപൂർവമായിരിക്കും. അവയും നമ്മൾ താമസിക്കുന്നതിൻ്റെ ഏറ്റവും മുമ്പിൽ തന്നെയായിരിക്കും അവയും ചുറ്റിപ്പറ്റി കിടക്കുക. അവയെ ഫീഡ് ചെയ്യാനുള്ള അവസരമൊന്നും നിലവിൽ അവർ പറയുന്നില്ല. പൊതുവെ ജിറാഫിനെയാണ് ഫീഡിങ് പറയുന്നത്. ഇങ്ങനെ കുറേ കാഴ്ചകളാണ് വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്കിലുള്ളത്. ഇതുകൂടാതെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു പാർക്ക് തന്നെ ഉണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റ്
അനവധി കാഴ്ചകളുമുണ്ട്. എന്തായാലും നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കിനിയും പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.